ഇരു കക്ഷികളുടെയും വാദം ഈ കോടതി ശ്രദ്ധിച്ച് പഠിക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ കക്ഷിയായ വലിയ കോവിലകത്ത് സുഭദ്ര തമ്പുരാട്ടിയുടെ രണ്ടാമത്തെ മകൾ മാനസിയെ അന്യായക്കാരനായ RK നായരുടെ കൂടെ അയക്കുവാൻ ഈ കോടതി ഉത്തരവാകുന്നു. ഇല്ല, ഞാൻ വരില്ല. ഇല്ല, മുകളിലാണോ നിന്റെ പിടി വായിച്ചു? കൊണ്ടുപോകരുത്, എന്റെ മോളെ കൊണ്ടുപോകരുത്. എന്റെ മോളെ വിട്, അവളെ കൊണ്ടുപോകരുത്. മിണ്ടിപ്പോരുത്, ഇവിടെ ഇപ്പൊ എനിക്ക് അവകാശപ്പെട്ടതാ. കുട്ടിക്ക് ഇഷ്ടമല്ലാന്ന് കണ്ടുകൂടെ? കുട്ടികളുടെ മനസ്സിൽ വിഷം കുത്തിച്ചിട്ട് ഇപ്പൊ സങ്കടം പറയാൻ വന്നിരിക്കുന്നു. നീ അവകാശം പറഞ്ഞു വന്നാണ്ടല്ലോ, വെച്ചക്കില്ലേ പറഞ്ഞത് മനസ്സിലായില്ലേ? എന്താ അമ്മേ? അമ്മേ, എന്തു പറ്റി? എന്ത് പറ്റി അമ്മേ? വെറുതെ ഓരോന്ന് ആലോചിച്ച് കിടന്നിട്ട് അമ്മേ. വേണമെന്ന് വെച്ച് ആലോചിക്കുന്നല്ല മക്കളെ, എന്റെ മനസ്സിന് പോകണ്ടേത്. അതൊക്കെ കഴിഞ്ഞ കഥയല്ലേ അമ്മേ, പോട്ടെ. കഴിഞ്ഞില്ലല്ലോ, കേസ് ഇനിയും തീർന്നില്ലല്ലോ. കരഞ്ഞ് കാല് പിടിച്ചു ഞാനെന്ന് എന്റെ മുഖത്ത് ചവിട്ടിട്ട് ആ മനുഷ്യൻ പോയത്. ഓപ്പയും അനുജന്മാരും ഉള്ളതുകൊണ്ട്, എല്ലാറ്റിനും ഇതേ വാഗ്ദേവതയുടെ അനുഗ്രഹവും സംരക്ഷണവും ഉണ്ടായതുകൊണ്ട് നമ്മൾ എന്നീ നിലയിലെത്തി. അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോഴും അങ്ങനെ എന്റെ മനസ്സിന്റെ പിന്നാലെ നടക്ക. മക്കളെ താന്നും പറഞ്ഞ് കൊടുക്കില്ല, ഞാൻ വിട്ടുകൊടുക്കില്ല. ഏത് കോടതി പറഞ്ഞാലും ശരി, ഏത് മാജിസ്ട്രേറ്റ് പറഞ്ഞാലും ശരി. കോടതിയല്ല, സാക്ഷാൽ ഈശ്വരൻ തന്നെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് പറഞ്ഞാലും ഞങ്ങൾ അമ്മയെ വിട്ടു പോവില്ല. പോരെ? മതി, അത് മതി. നിങ്ങളില്ലെങ്കിൽ ഞാനില്ല മക്കളെ. ഇതെന്ത് വേഷോ? നീ പുലിക്കളിക്കോലും പോവാണോ? വൃത്തിയായി ഡ്രസ് ചെയ്ത് നടക്കാൻ പഠിച്ചില്ലേ ഇനിയും? സുധാകരനാണോ ഇതിനൊക്കെ സമ്മതിച്ചു കൊടുക്കുന്നത്? ഇപ്പോഴത്തെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ പറഞ്ഞിട്ടില്ലേ ഞാൻ, ഇത്രയും ഗോഷ്ഠി വേഷങ്ങളുമായി എന്റെ മുമ്പിൽ വരരുതെന്ന്? സംഗീത കോളേജ് പഠിക്കാൻ പോകുമ്പോ ഇങ്ങനെയൊക്കെയാണ് വേഷം കെട്ടി പോകുന്നത്. പഠിക്കുന്ന വിദ്യയോടൊരു ബഹുമാനം വേണ്ടേ? വേഷം മാറി പോയിക്കോ. പ്രിൻസിപ്പൽ രാമനാഥനോട് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അത് ആർട്സ് ആൻഡ് സയൻസിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ് ഇവിടെ എടുത്തത്. കമ്പ്യൂട്ടറോ? എന്താ സംഗീതം വെറുത്തോ നിങ്ങൾക്ക്? ഈ കുടുംബം മുഴുവൻ സംഗീതം ഉപാസിക്കുന്നവരാണെന്ന് മറന്നോ? പിന്നെ അതാണ് അവൾക്ക് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോ. അവൾക്ക് നാളെ തുണി കൊടുക്കാതെ നടക്കുന്നതാണ് ഇഷ്ടമെന്ന് പറഞ്ഞാൽ സമ്മതിക്കോ നിങ്ങള്? ഓ, ഓപ്പയോട് ഞാൻ എല്ലാം പറഞ്ഞ് ഏർപ്പാട് ചെയ്തിരുന്നാണല്ലോ. ഓപ്പയോടെ? ഓപ്പേ! അതാ വിളിച്ചു. രാവിലെ തന്നെ ദേഷ്യത്തിലാണല്ലോ വിളി. ആരാ എന്താ കുറ്റം ചെയ്തതാവോ? എല്ലാ കുറ്റങ്ങളും വജ്രായുധം പോലെ എന്റെ നിരക്കാണല്ലോ വരണത്. എവിടെ നോക്കിയാലും എന്ത് കാര്യത്തിന് ഞാൻ വേണം. എത്തിപ്പോയി, എത്തി എത്തി. എന്താ എന്താ ഓപ്പ ഇത്? അക്കൗണ്ട്സ് ഫയൽ. അയ്യോ അതല്ല, അയ്യോ മറന്നു. വിളി കേട്ട് പരിഭ്രമിച്ച് ഓടി വരുന്നതിനിടയില് ഇടാൻ മറന്നു. ഞാൻ പാന്റ് ഇട്ടിട്ട് വരാം. ഇവിടെ തരിക. ഒരു മറവ് പറ്റിപ്പോയി സഹോദരേ. ഇന്നലെ ഒന്നും തുടങ്ങിയതല്ലോ ഈ മറവി. ആട്ടെ, രമയുടെ കാര്യം ഞാൻ ഓപ്പയോട് പറഞ്ഞു. ആ സംഗീത കോളേജിന്റെ കാര്യം പണവും തന്നെ ഏൽപ്പിച്ചല്ലേ? പിന്നെന്താ ഒരു കമ്പ്യൂട്ടർ? ആദ്യം മാനേജർ അടിയോടിയുടെ അടുത്ത് ഏൽപ്പിച്ചിരുന്നാണല്ലോ. ഓപ്പയോട് പറഞ്ഞാൽ ഓപ്പയല്ലേ കാര്യം ചെയ്യേണ്ടത്, അല്ലാതെ അടിയോടിയാണോ? എവിടെയാ അയാള്? അടിയോടി ചതിച്ചോ അതോ ചതിയോടി അടിച്ചോ ചോദിച്ചിട്ട് തന്നെ കാര്യം. അടിയോടി അടിയോടി അടിയോടി. എന്തോ
ആ ബെസ്റ്റ്. കിഴക്കും പടിഞ്ഞാറും ഒന്നിക്കുന്ന വേഷം. പണ്ട് കാലത്ത് പള്ളിക്കൂടെ മുൻഷിമാരിങ്ങനെ ആയിരുന്നെന്ന് കേട്ടിട്ടുണ്ട്. കോട്ടില്ലേ? ഓട്ടിന്റെയും ചീലയുടെയും കാര്യം പറയാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ അത് വരവിന്റെ സ്പീഡ് കണ്ടപ്പോഴേ മനസ്സിലായി. എന്താ കാര്യം? മാനേജറെ കാണാത്തോണ്ട് സുഭദ്ര അവിടെ കിടന്ന് ചാടുന്നു. ആ ചാട്ടമൊക്കെ എന്നും ഇവിടെ പതിവുള്ളതല്ലേ. അവരുടെ സംഗീതത്തിലുള്ള ആന്റിബയോട്ടിക്സ് അത്. മുടങ്ങാതെ 4 നേരം ചാടണം. രോഗം കലശലല്ലേ. ഇതൊക്കെ നേരിട്ട് പറയാൻ പാടില്ലായിരുന്നോ? വയറ്റിപ്പഴപ്പായി പോയി. ഓപ്പേ അതിങ്ങോട്ടെടുത്തേ. എന്താ അതങ്ങോട്ട് എടുത്തിടുക. ഒരു കാര്യം പറഞ്ഞ കൃത്യമായിട്ട് ചെയ്യുകയില്ല. ചെയ്തോണ്ടിരിക്കല്ലേ. ഇപ്പൊ ഇതിനെനിക്ക് കിട്ടിയതേ ഉള്ളൂ. കളിയൊക്കെ അവിടെ, കാര്യം ഇവിടെ. ഇത് സംഗീത കുടുംബം, സംതൃപ്ത കുടുംബം. എന്നിട്ടാണോ രമയ്ക്ക് സംഗീത കോളേജിൽ അഡ്മിഷൻ മേടിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് മറ്റെന്തിനോ മേടിച്ചു കൊടുത്ത്? ഏത് രമ? ഏത് രമയൊന്നും രമ അറിയില്ലേ? സുധാകരന്റെ രമ. ഓ ആ രമ. 10-25 തലങ്ങും വിലങ്ങും ഇവിടെ കൂടെ തുള്ളിക്കൊണ്ട് നടക്കുമ്പോ ഏതാ രമ, ഏതാ രമ്യ, ഏതാ പുഷ്പ എന്നൊക്കെ എങ്ങനെ അറിയാനാ? അല്ലെങ്കിൽ തനിക്ക് ഒന്നെന്ന് പറഞ്ഞ 4. ചോദിച്ച അതല്ല, രമയ്ക്ക് എന്തിനാ മറ്റെന്തിനോ അഡ്മിഷൻ മേടിച്ചു കൊടുത്ത്? മറ്റെന്തിനോ അല്ല, കമ്പ്യൂട്ടർ സ്റ്റഡീസ്, മോസ്റ്റ് അഡ്വാൻസ്ഡ് ആപ്ലിക്കേഷൻ. അതിനാ സുഭദ്ര അവിടെ കിടന്ന് ചാടുന്ന. ഓ കമ്പ്യൂട്ടറിലെ ചാട്ടോ ആയമ്മയ്ക്ക് അറിയോ? ഓപ്പേ സുഭദ്രാമ്മ അതും ഇതൊക്കെ പറയും. അക്യൂട്ട് മ്യൂസിക്കൽ സിൻഡ്രോം എന്ന് പറയുന്ന അസുഖം അവർക്ക്. എവിടെ നോക്കിയാലും സംഗീതം. കുട്ടികളുടെ ഭാവിയല്ലേ നമ്മൾ നോക്കേണ്ടത്. ആ കുട്ടിക്ക് അതാ ഇഷ്ടം. ഒരാളെങ്കിലും ഇവിടത്തെ ആട്ടത്തിനും പാട്ടിന്നും ഒന്ന് രക്ഷപ്പെടുത്താന്ന് വിചാരിച്ചപ്പോ അത് താനാണോ നിശ്ചയിക്കുന്നത്? ഞാനല്ല നിശ്ചയിച്ചത്. ആ പെണ്ണിന്റെ അച്ഛനും അമ്മയും തന്നെയാ. ആ ഒരു കാര്യം ഞാൻ പറയാം. സൂക്ഷിച്ചില്ലെങ്കിൽ സുഭദ്രാമ്മയുടെ പാട്ടിനനുസരിച്ച് നമ്മൾ ഈ വലിയ ബംഗ്ലാവിനകത്ത് കിടന്ന് തുള്ളേണ്ടി വരും. കേട്ടോ ഓപ്പേ? കേട്ടോ?